നമ്മുടെ കബറിനകത്താരാ കൂട്ടിന് വരുന്നതാരാ? നമ്മുടെ ചാരത്ത് ചേർന്ന് കിടന്നിറങ്ങുന്ന പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ കബറിലേക്ക് വരൂല. നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ ഘട്ടമായ മക്കള് വരൂല. നമ്മുടെ സഹോദരങ്ങള് വരൂല. നമ്മുടെ താങ്ങും തണലുമായി എപ്പോഴും ഞങ്ങളെ കൂടെ നടക്കുന്ന നമ്മുടെ കൂട്ടുകാര് വരൂല. അവിടെ വരുന്നത് സ്വാലിഹായ സൽക്കർമ്മങ്ങളല്ലാതെ അവിടെ വേറെ ആരും നമ്മുടെ കൂട്ടിന് വരാനില്ല. നമ്മുടെ എല്ലാവരും മറന്നു പോകുകയാ. നമ്മുടെ ഭാര്യ നമ്മുടെ മറന്നു പോകുകയാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് മറന്നു പോകുകയാ. നമ്മുടെ സഹോദരങ്ങൾ മറന്നു പോകുകയാ. നമ്മൾ ഇട്ടിട്ട് വന്ന സമ്പത്തുകൾ അവരെല്ലാവരും സ്നേഹിച്ചു പോകുകയാ. അവർക്ക് ഓർമ്മയുള്ള ഒരേ ഒരാള് മാത്രമാ, നമ്മുടെ സമ്പത്ത് മാത്രമാണ് അവർക്ക് ഓർമ്മയുള്ളത്. നമ്മൾ ഇതാ മറന്നു പോകുകയാ. ആരാരും ഞങ്ങളെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ കബറിനകത്ത് കിടക്കുമ്പോ, പള്ളിക്കാട്ടിന്റെ മണ്ണിലേക്ക് നമ്മൾ കിടക്കുമ്പോ, നമ്മുടെ കബർസ്ഥാനിന്റെ ഓരത്തിലൂടെ നമ്മുടെ മക്കളും നടന്നു പോകാറുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് പെങ്ങളെ നടന്നു പോകാറുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നടക്കാറുണ്ടല്ലോ. നമ്മുടെ സഹോദരങ്ങൾ നടന്നു പോകാറുണ്ടല്ലോ. നമുക്കൊരു സലാം പോലും പറയാതെ നടന്നു പോകുകയാ. കാരണം ഞങ്ങളെ മറന്നുപോയിരിക്കുകയാ. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളെ ഓർത്തവരാ. എന്റെ ഉപ്പ കിടക്കുന്ന ഖബർസ്ഥാന, അസ്സലാമു അലൈക്കും യാ ബേ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫാത്തിഹ ഓതിവരാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ഭാര്യയുടെ ഖബറാണെന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഓർത്തുപോയവരാ. പിന്നെ ഞങ്ങളെല്ലാം മറന്നു പോകുകയാ. അവരെ കുറിച്ച് നമുക്ക് ഓർമ്മയേ ഇല്ല. ഖബറിൽ കിടന്നുകൊണ്ട് ഞങ്ങളിതാ നിലവിളിക്കുകയാ. അല്ലാഹുവേ, ഖബറിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ സങ്കടപ്പെടുകയാ. ജനബാത്തി ഖബരേ കന്നാ ഖാരിബേ ലം യഅരിഫൂനി. കബറിൽ കിടന്ന് ഞങ്ങളിതാ പറയുകയാ, എന്റെ മക്കൾ എന്റെ ഓരത്തോടെ പോയിട്ട് എന്നെ അറിഞ്ഞിട്ടില്ല. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ ചാരത്തോടെ നടന്നു പോയിട്ട് എന്നെ ഓർക്കുന്നില്ല. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയോ ഞാൻ സഹായിച്ചതാ, അവരും എന്നെ ഓർക്കുന്നില്ല. അല്ലാ, എന്നറിയാതെ എന്റെ കബറിന്റെ ഓരത്തിലൂടെ നടന്നു പോകുകയാ. എന്റെ സമ്പത്തുകളെല്ലാം അവർ ഓഹരി ചെയ്തുകൊണ്ട് പോയിരിക്കുകയാ. അല്ലാഹുവേ, എന്റെ സമ്പത്തുകളെല്ലാം അവർ ഓഹരി ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ് തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ കടങ്ങളും അവര് തീർത്തിട്ടില്ല. ഇന്ന് എന്റെ കടത്തിന്റെ പേരിൽ ഞാൻ അതാപ് അനുഭവിക്കുകയാ. എന്റെ കടങ്ങൾ അവര് തീർക്കാതെ എന്റെ സമ്പത്തുകളെല്ലാം അവര് ഓഹരി ചെയ്തുകൊണ്ട് പോയിരിക്കുകയാ. പടച്ചവനെ, എന്റെ സമ്പത്തുകളെ അവര് ഓഹരി ചെയ്തുകൊണ്ട് അവര് ജീവിക്കുകയാണല്ലോ തമ്പുരാനെ. ഖദഖദൂ സിഹാമഹും വആശൂ ഫയാലല്ലാഹി അസ്റഅ മാ നസൂനി. അല്ലാഹുവേ, എത്ര പെട്ടെന്നാണ് എന്റെ മക്കൾ എന്നെ മറന്നുപോയതല്ലോ. പടച്ചവനെ, എത്ര പെട്ടെന്നാണല്ലോ എന്റെ ഭാര്യ എന്നെ മറന്നുപോയത്. റബ്ബേ, എത്ര പെട്ടെന്നാണ് നാഥാ എന്റെ ഭർത്താവ് എന്നെ മറന്നുപോയതല്ലോ. പടച്ചവനെ, എത്ര പെട്ടെന്നാണ് നാഥാ എന്റെ കുടുംബക്കാരെന്നെ മറന്നുപോയതല്ലോ. വല്ലാത്ത സങ്കടമാണല്ലോ. ആരാ ഖബറിൽ കിടന്ന് നിലവിളിക്കുമെന്നോ? ആരാണ് പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവര്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ